ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തികച്ചും ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോൾ എൻ്റെ പെങ്ങളെ വീട്ടിലൊന്ന് പോയി. അപ്പോൾ അവിടെ വന്നപ്പോൾ അവർ നന്നായിട്ട് പാചകം ചെയ്യുന്നവരാണ്. അപ്പോൾ അവരൊരു നാടൻ മീൻകറി കപ്പയും കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അവർ ഉണ്ടാക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അവർ വീട്ടിൻ്റെ അടുക്കളയിലല്ല, അത് വീടിൻ്റെ പുറത്തായിട്ട് നമ്മൾ നാടൻ രീതിയിലുള്ള വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്, നല്ല മീൻ ചട്ടി. അപ്പോൾ അത് ആ ഒരു രസകരമായ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് ആസ്വദിക്കാം. ഞാനിന്ന് തേങ്ങ അരച്ചിട്ടുള്ളൊരു അയിലക്കറി ആണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ആദ്യം അതിന് വേണ്ട മീനൊക്കെ ഒന്ന് നന്നാക്കി കഴുകിയെടുക്കാം. മീൻകറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്, പക്ഷെ ഞാനിന്ന് എൻ്റെ ഒരു സ്റ്റൈലിലുള്ളൊരു മീൻ കറിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള മീനാണ്. അത് നമുക്ക് ആദ്യം ഒന്ന് കഴുകിയെടുത്ത് ഒക്കെ റെഡിയാക്കാം. അങ്ങനെ മീനൊക്കെ നന്നാക്കിയെടുത്തു. ഇനി ഇത് ചെറുതായി മുറിക്കുകയാണ്. ചെറുതാക്കി മുറിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഉപ്പും മുളകൊക്കെ പാകത്തിന് പിടിച്ച ടേസ്റ്റ് വരിക. ഇതിന് വേണ്ടിയിട്ട് എടുത്തത് 3/4 കിലോ അയിലയാണ്. അപ്പോൾ നമ്മളെ മീൻകറി തയ്യാറാക്കാനായിട്ട് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. ഒരു 4 പച്ചമുളക്, ഒരു 2 അല്ലി വെളുത്തുള്ളി, ഒരു 2 ചെറിയ തക്കാളി മതി. അധികം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചോര ചിലപ്പോൾ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ വേണ്ടത്. ഞാൻ ഈ മീൻകറി തയ്യാറാക്കുന്നത് ഈ കാണുന്ന ഈ അടുപ്പിലാണ്. അപ്പോൾ നമുക്ക് ഈ മീൻകറി ആദ്യം റെഡിയാക്കാൻ നോക്കാം. ആദ്യം തന്നെ ആവശ്യത്തിനുള്ള പുളി ഞാൻ ഇവിടെ പിഴിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നേരെ ഒഴിക്കുക. പിന്നെ ആവശ്യമായ ഉപ്പ്, ഇതൊരു 2 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് നമുക്കിടാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഒരു 2 സ്പൂൺ ഇടാം. ബാക്കി പച്ചമുളക് ഉണ്ടല്ലോ, ഏറുണ്ടല്ലോ. അതുപോലെ നമ്മൾ മഞ്ഞൾപ്പൊടി അത് ഒരു 3/4 സ്പൂൺ മതി. അതിനുശേഷം നമ്മൾ ഇവിടെ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാക്കി ചേരുവകൾ, തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 4 ഇതിലേക്ക് ഇട്ടതിന് ശേഷം കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്യണം. എന്നാലേ അതിലേക്ക് എല്ലാതും ശരിക്ക് പിടിക്കുള്ളൂ. ഇനി ഇതിലേക്കായിട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ, ഒരുവിധം വലിപ്പമുള്ള തേങ്ങയാണ്, നന്ന ചെറുതൊന്നുമല്ല. അപ്പോൾ അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളെ മീനൊക്കെ ഒന്ന് അരമണിക്കൂറൊക്കെ അവിടെ കഴിയട്ടെ, ഒന്ന് റെഡി ആകുമ്പോഴേക്ക് നമുക്ക് അടുപ്പൊക്കെ പിടിപ്പിക്കാം. അങ്ങനെ തീയൊക്കെ കത്തി റെഡി ആവുന്നുണ്ട്. അപ്പം നമുക്കിനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പം നമ്മളെ മീൻകറി അടുപ്പത്ത് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റായി. ഇനി ഒന്ന് തുറന്ന് നോക്കിയിട്ട് നല്ലോണം നമ്മളെ പണ്ടത്തെ പഴമക്കാർ ഉപയോഗിക്കുന്ന നമ്മളെ സാധാ ചിരട്ടക്കൈയിലാണ്, അത് വെച്ചിട്ടാണ് ഞാനിന്ന് മീൻകറി ഇളക്കുന്നത്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ മീൻകറി നമുക്കൊന്നും കൂടി റെഡിയായോ നോക്കാം. ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ട്, നമുക്കിവിടെ വാങ്ങി വയ്ക്കാം. ഞാൻ ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ച മീൻകറിയിലേക്ക് ഇടാനായിട്ട് 2 ഇല്ലി നമ്മൾ തോട്ടത്തിൽ നിന്ന് തന്നെയുള്ള കറിവേപ്പില, ഇനി മീൻകറി വറവിടാൻ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി നമ്മളെ മീൻകറിക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് ഒന്ന് വറവിടാം നമുക്ക്. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഉള്ളിയൊക്കെ നല്ല ചുവന്ന നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അതിലേക്ക് കോരി മാറ്റാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക, എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ. മീൻകറി
അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ കുറച്ച് കപ്പയും കൂടി ഉണ്ടാക്കാൻ പോവുകയാണ്. രണ്ടും കൂടിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഞങ്ങൾ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കപ്പ. അത് നേരെ ചട്ടിയിലാണ് വെക്കുന്നത്. അടുപ്പത്ത് വെക്കട്ടെ. അപ്പം നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കപ്പയും മീൻകറി രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കണം. എങ്ങനെയുണ്ട് മീൻകറി? നന്നായിരിക്കുന്നു, വളരെ നന്നായിരിക്കുന്നു. എങ്ങനെയുണ്ട് അമ്മേ മീൻകറി? നല്ല ഉഷാറായിരുന്നു. കുമ്പളകൊക്കെ നല്ല രസമുണ്ട്. നല്ല അടിപൊളിയാണ്. ഇപ്പോൾ ഇവർ മാത്രം കഴിച്ചാൽ പോരല്ലോ, ഞാനൊന്ന് കഴിച്ച് നോക്കണല്ലോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.